10 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം പുറത്തേക്ക്. ലൈംഗിക അതിക്രമ കേസിൽ അറസ്റ്റിലായ ചലച്ചിത്ര സംവിധായകൻ രഞ്ജിത്തിന് ജാമ്യം. എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് രഞ്ജിത്തിന് ജാമ്യം അനുവദിച്ചത്. എറണാകുളം ജില്ല വിട്ടുപോകരുത് എന്നതുൾപ്പെടെയുള്ള ഉപാധികളോടെയാണ് ജാമ്യം. ലാൽകൃഷ്ണൻ കൊച്ചിൻ ലാൽ, രഞ്ജിത്ത് ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയോ? എന്തൊക്കെയാണ് കർശന ഉപാധികൾ? നേരത്തെ ഈ പ്രോസിക്യൂഷന്റെ വാദഗതികളൊന്നും കോടതി അല്ലെങ്കിൽ പറഞ്ഞ ജാമ്യം പരിഗണിച്ച് കോടതി പരിഗണിച്ചില്ലേ? കാരണം ഈ പറഞ്ഞ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമമെന്ന ആരോപണം അടക്കം ഉന്നയിച്ചിരുന്നു. ഇതിലെല്ലാം എന്തായിരുന്നു പ്രോസിക്യൂഷന്റെ മറുപടികൾ? എന്താണോ രഞ്ജിത്തിന്റെ ജാമ്യ ഹർജിയിലെ വിശദാംശം? സുഹൈൽ, എന്തായാലും കേസിൽ ജാമ്യം ലഭിച്ച് രഞ്ജിത്ത് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രഞ്ജിത്തിന്റെ പ്രതികരണം തേടിയെങ്കിലും അദ്ദേഹം സംസാരിക്കാൻ തയ്യാറായില്ല. അഭിഭാഷകർ കോടതി ഉത്തരവ് വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ സബ് ജയിലിലെത്തി രഞ്ജിത്തിനെ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയായിരുന്നു. കർശന ഉപാധികളോട് തന്നെ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഉപാധികളോട് തന്നെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. പാസ്പോർട്ട് കോടതിയിൽ കെട്ടിവെക്കണം, രണ്ടുപേരുടെ ആൾജാമ്യം പറഞ്ഞിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ എറണാകുളം ജില്ല വിട്ടു പോകരുത് എന്ന നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട് കോടതി. ഈ കർശന നിർദ്ദേശങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നിലവിൽ രഞ്ജിത്തിന് ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. നേരത്തെ സാക്ഷികളെ സ്വാധീനിക്കാൻ അടക്കമുള്ള സാഹചര്യമുണ്ട് എന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നെങ്കിലും കോടതി അത് മുഖവിലക്കെടുത്തില്ല. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ സിനിമയുടെ സെറ്റിലുള്ളവർ തന്നെയാണ് ഇതിലെ പ്രധാന സാക്ഷികളായിട്ടുള്ളത്. സിനിമയുടെ സംവിധായകൻ രഞ്ജിത്ത് തന്നെയാണ്. സ്വാഭാവികമായിട്ടും രഞ്ജിത്തിന് കീഴിൽ പ്രവർത്തിക്കുന്നവരാണ് ആ സിനിമാ സെറ്റിലെ ജീവനക്കാർ എന്നുള്ളതുകൊണ്ട് രഞ്ജിത്ത് അവരെ സ്വാധീനിക്കാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷൻ പറഞ്ഞത്. പക്ഷേ മരുന്ന് കഴിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ എന്നിവ ഉയർത്തി കാണിച്ചുകൊണ്ടും ആരെയും കാണാനോ സന്ദർശിക്കാനോ ഉള്ള സാഹചര്യമില്ല എന്നും കോടതിക്ക് ഉറപ്പ് നൽകുകയാണ് രഞ്ജിത്തിന്റെ ഭാഗത്തുണ്ടായത്. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CCTV ദൃശ്യങ്ങളാണ് പ്രധാനമായിട്ടും തെളിവുകളായിട്ട് വരേണ്ടത്. ഇതിന്റെ തെളിവെടുപ്പ് അടക്കമുള്ള നടപടികൾ നേരത്തെ പൂർത്തിയാക്കിയതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളൊന്നും നിലവിൽ ഇല്ല എന്നതും പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം തന്നെയാണ്. ഇത് കോടതിയിൽ ഉന്നയിച്ചെങ്കിലും കോടതിയെ മുഖവിലേക്ക് എടുത്ത് പ്രധാനമായിട്ടും ചോദിച്ചത് ഇത്തരം കാര്യങ്ങളാണ്. തെളിവെടുപ്പ് അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കിയതാണല്ലോ, അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇനി ഇല്ലല്ലോ എന്നുള്ളതാണ്. അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്ന വാദത്തെ പ്രതിഭാഗം കൃത്യമായി തന്നെ എതിർത്തു. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് കുറ്റം സമ്മതിച്ചില്ല എന്നുള്ളത് കൊണ്ട് അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്ന അർത്ഥം അതിന് വരുന്നില്ല. അത്തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കാനും കഴിയില്ല. താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് രഞ്ജിത്ത് ഉറച്ചു പറയുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് നിലവിൽ കണ്ടീഷൻഡ് ബെയിലായിട്ട് രഞ്ജിത്തിന് പുറത്തേക്ക് പോകാനുള്ള ഒരു അവസരം ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 29-ാം തീയതിയായിരുന്നു 30-ാം തീയതിയായിരുന്നു രഞ്ജിത്തിന്റെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക്, നാടകീയമായ സംഭവങ്ങളിലേക്ക് പോയത്. യുവനടി അടക്കമുള്ള ആളുകൾ ഇപ്പോഴും പരാതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളും പുറത്തുവിടുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.